ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാപിതാക്കളെ, ഈശോയുടെ ദാനമായ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് മാതാപിതാക്കൾ പ്രഭാതത്തിലും രാത്രിയിലും വചനത്തിലൂടെ അനുഗ്രഹിക്കുന്ന ബെനഡിക്റ്റ് പ്രയർ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന. ഇന്ന് ഈ രാത്രിയിൽ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലും മക്കൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, അവർ കടന്നു പോകുന്ന വഴികളെയും, അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതം ചെറുകടിച്ചുയരുവാൻ, ഉന്നതിയിലേക്ക് വളർന്നു വരുവാൻ, ഐശ്വര്യം സ്വീകരിച്ച് സമൃദ്ധിയോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒന്നു ചേർന്ന് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറയാം. ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഒപ്പം മാതാപിതാക്കൾ അവരുടെ അധികാരത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം സെഫാനിയ 3:16. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനർത്ഥം ഭയപ്പെടേണ്ടതില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നമ്മുടെ മക്കളുടെ മധ്യേ ഉണ്ട്. ഏത് അപകടങ്ങളിലും പ്രതിസന്ധികളും ഈ കാലഘട്ടം മാതാപിതാക്കൾ ആശങ്കയ. മക്കൾ പുറത്തു പോകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ വിഷമസന്ധിയിൽ പെടുന്ന അല്ലെ ചതിയിൽ പെടുന്ന ഒരു കാലഘട്ടം. ആരെങ്കിലും ഒരു സഹായം കാണിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊക്കെ ചതിയായി തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. മാതാപിതാക്കൾ പലപ്പോഴും പറയുന്നു, മക്കൾ പലപ്പോഴും വീണ് കഴിയുമ്പോഴാണ് അയ്യോ പറ്റിപ്പോയി, എന്തു ചെയ്യും, ചില ചതിക്കുഴികൾ, ദുശ്ശീലങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ജീവിത തകർച്ചകൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിച്ചുള്ളത് ഇസ്രായേലിലെ ദൈവമായ കർത്താവ് മധ്യയുണ്ട്. ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല എന്ന് സെഫാനിയ 3:16 നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതെ അവരുടെ ജീവിത വഴികൾ സുരക്ഷിതമായി മുമ്പോട്ട് പോകുവാൻ കർത്താവിന്റെ വലിയ കരവലയ സ്പർശം, മാലാഖമാരുടെ ചെറുകിന്റെ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കരുതൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹിക്കാം. കർത്താവ് മക്കളുടെ ജീവിതത്തിൽ രാജാവായി വാഴട്ടെ. അനർത്ഥങ്ങൾ നമ്മുടെ മക്കളെ കാണാതിരിക്കട്ടെ, തൊട്ടതി ഉണ്ടാതിരിക്കട്ടെ. അങ്ങനെ സുരക്ഷിതരായി നമ്മുടെ മക്കൾ ജീവിക്കട്ടെ. ആമേൻ. ഈ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ അവിടുത്തെ സാന്നിധ്യം മനസ്സിലാക്കി കൃപയിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തരത്തിലുള്ള അനർത്ഥങ്ങളും ഭയപ്പെടാതെ റോഡ് അപകടങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മറ്റ് കെണികൾ, എല്ലാ ആപത്തുകൾ, ശത്രുവിൻ്റെ എല്ലാ കെണികൾ, അതിനെല്ലാം രക്ഷ നേടിക്കൊണ്ട് ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തി ദുഷ്ടപിശാചിന്റെ എല്ലാ നോട്ടങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും സുരക്ഷിതരായിട്ടുള്ളതുകൊണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ അധിഷ്ഠിതമായി അങ്ങേ മഹത്വപ്പെടുത്തട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.